ഈ അടുത്തിടയ്ക്ക് ഞങ്ങൾക്ക് വണ്ടർലയിൽ ഒരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതൊന്നും എൻ്റെ പ്ലാനല്ല, അവളുടെ പ്ലാനാ. ആരാണ് അവൾ? അവളാണ് ജെസ്സി. വണ്ടർലയിലെ ഷൂട്ടെന്ന് പറഞ്ഞപ്പോഴേ ഈ ഡോക്ടർ വണ്ണി ലീവ് എടുത്ത് അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷൂട്ട് തുടങ്ങി. ജെസ്സി മോള് ഫസ്റ്റ് ഷോട്ട് അഭിനയിക്കാനായി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ സത്യം പയ്യെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ജെസ്സി മോൾ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് വീഗാലാൻഡ് റൈഡൊന്നും കയറാൻ പറ്റില്ല, ഷൂട്ട് മാത്രമേ നടക്കത്തുള്ളൂ. പിന്നെയും ജെസ്സി മോൾ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഏതെങ്കിലും ഷോട്ട് വെട്ടിക്കൂട്ടിക്കോളാമെന്ന് നാസി പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഗെയിമിലേക്ക് കടന്നു. ഗെയിമിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യ ദുരന്തം. നാസിയുടെ ഒരു ഹിഡൻ അറ്റാക്ക് പോലും എൻ്റെ ചെവി കുറച്ച് ബ്ലീഡിങ്ങായി. ഗെയിമിനിടയിലുള്ള ആ ദുരന്തം എന്നെ കൊണ്ടെത്തിച്ചത് ഫസ്റ്റ് എയ്ഡ് റൂമിലേക്കാണ് വണ്ടർലയിൽ. അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, വേണമെങ്കിൽ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരാം, സ്റ്റിച്ചൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടോളൂ. പിന്നെ ബാൻഡേജ് ഇട്ട് കുഴപ്പമൊന്നുമില്ല, നേരെ ഗെയിമിലേക്ക് തന്നെ കടന്നു. ആദ്യത്തെ ഗെയിം ഞങ്ങൾ വളരെ സ്പീഡിൽ തന്നെ ഫിനിഷ് ചെയ്തു. അടുത്ത ഗെയിമിലും ജെസ്സി തന്നെ ആദ്യം മത്സരിക്കണമെന്നും പറഞ്ഞ് പാത്രം എടുത്തിറങ്ങി. ഇതൊക്കെ കുറേ കണ്ടിട്ടുണ്ടെന്നൊരു മൈൻഡ് സെറ്റിലായിരുന്നു ജെസ്സി. ഞങ്ങളാരും അവളുടെ ആത്മവിശ്വാസം ഒരു തുള്ളി പോലും താർക്കാൻ നിന്നില്ല. ജെസ്സിയോട് അടുത്ത അറ്റംപ്റ്റ് അവസാനം നടത്താനായി അവിടെ മത്സരം നടത്തുന്ന സംഘാടകർ ആവശ്യപ്പെട്ടു. ഒട്ടും ചെളുപ്പ് മുഖത്ത് കാണിക്കാതെ ജെസ്സി പുറകിലേക്ക് നീങ്ങി. അടുത്ത നാസിയുടെ പ്രകടനമായിരുന്നു. അവനോട് പുറകിൽ പോകാൻ സംഘാടകർ ആവശ്യപ്പെട്ടു. അടുത്തത് ആൻസിയുടെ ആയിരുന്നു. ആൻസി പിന്നെ ആദ്യമേ കൊളയാക്കിയെന്ന് അവൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾ തന്നെ അവസാനത്തേക്ക് മാറിക്കയറി. പിന്നെ എൻ്റെ അറ്റംപ്റ്റ് ആയിരുന്നു. പണ്ട് ഒറ്റക്കാലെ കല്ലെടുക്കുന്ന കളിയൊക്കെ കളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഞാനും എത്തി. അത് കണ്ട് ജെസ്സി വീണ്ടും ആവേശത്തിൽ വീണ്ടും ട്രൈ ചെയ്യാൻ ഇറങ്ങി. ഇപ്രാവശ്യം ജെസ്സി ആകെ ശ്രദ്ധിച്ചത് അവൾ തെന്നി വീഴില്ല എന്നൊരു കാര്യം മാത്രമാണ്. അത് അവൾ സക്സസ് ആയി. എന്നാൽ നാസി അത് കണ്ട ആവേശത്തിൽ വരികയും പിന്നെ 180 ഡിഗ്രി വീണ് കിടന്ന നാസിനെ എല്ലാവരുടെ പൊക്കിയെടുത്തു. അടുത്ത ആൻസി ആയിരുന്നു. അവൾ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ആർക്കും മനസ്സിലായില്ല. കുറേ റൈഡുകൾ കയറി, എല്ലാത്തിലും കയറി തല കറങ്ങി വീണ്ടും ഞങ്ങൾ ഷൂട്ടിംഗ് പ്രോസസ്സിലേക്ക് കടന്നു. കുട്ടിക്ക് ബൈക്ക് റൈഡ് ഇഷ്ടമാണോ? ആണെങ്കിൽ അങ്ങനെ നമ്മുടെ ഷൂട്ട് വീണ്ടും തുടർന്നു. പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റൈഡുകളിൽ കയറാൻ നാസി ഓഫർ പറഞ്ഞുകൊണ്ട് ആരും അധികം ടേക്കൊന്നും പോകാതെ പടപടാന്ന് പറഞ്ഞു ഡയലോഗെല്ലാം സ്പീഡിൽ. ഇതിനിടയിൽ വീണ്ടും ജെസ്സിയുടെ ടേക്കുകൾ വന്നു. ജെസ്സിയോട് പേടിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. പ്രതീക്ഷ പോലെ തന്നെ ജെസ്സി എക്സ്പ്രഷനും ഭാവങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. ഇതൊന്നും കാണാൻ വയ്യാതെ നാസി പലവട്ടം ആ തവളയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടിയാലോന്ന് വരെ ആലോചിച്ചു. അടുത്ത ടേക്ക് വീണ്ടും അവസരം. പിന്നെ ഞങ്ങൾ പോയത് നേരെ വാട്ടർ റണ്ണിങ് കോമ്പറ്റീഷനിലേക്കാണ്. നാസിക്ക് നീന്തലൊക്കെ അറിയാവുന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകും തോന്നുന്നു. ചെക്ക മുടിഞ്ഞ പറപ്പിലായിരുന്നു. അങ്ങനെ എല്ലാവരും ഓട്ടം തുടങ്ങി. ഓടി 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 ആദ്യം സ്റ്റിക്കുമായിട്ട് നാസി തന്നെ ഫിനിഷിംഗ് ലൈനിലേക്ക് കുതിച്ചു. തൊട്ടുപിറകെ ഞാനും എത്തി. ഒരു കുറച്ച് കഴിഞ്ഞ് പയ്യെ ആൻസിയും വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി സ്റ്റാൻസിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും അവൾ തളരാതെ അവിടെ ഒറ്റയ്ക്ക് കടുത്ത പോരാട്ടമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ അവളും ഫിനിഷിംഗ് പോയിന്റിലെത്തി. അവിടുത്തെ സംഘാടകരും മത്സരം നടത്തുന്നവരൊക്കെ ഇത്രയും സമയം കളഞ്ഞതിന് വളരെ നന്ദിപൂർവ്വം അവളെ നോക്കുന്നുണ്ടായിരുന്നു, സ്മരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് നേരെ തീറ്റ മത്സരത്തിലേക്കാണ്. അതും ജെസ്സി തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞ് ചാടിക്കയറിയിരുന്നു. വിശപ്പും കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നാസയ്ക്ക് പിന്നെ ഫുഡ് കാണുമ്പോൾ ഉള്ള ജന്മനാളുള്ളൊരു സന്തോഷമുണ്ട്, ഒരു പുഞ്ചിരി നിറയും എൻ്റെ മുഖത്ത്. ജെസ്സി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവളുടെ 25 കിലോ കുറയ്ക്കാനായുള്ള ഡയറ്റിങ്ങിൻ്റെ കാര്യം ഓർത്തത്. പിന്നെ അവൾ ലൈൻ ടീ ഒക്കെ കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരും മൈൻഡ് ചെയ്യാൻ, എല്ലാവരും തീറ്റയോടെ തീറ്റ. പിന്നെ ആൻസി ഉള്ളതുകൊണ്ട് ജെസ്സിയുടെ പഴംപൊരി ഒന്നും വേസ്റ്റ് ആയില്ല. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പ്രൈസും സമ്മാനമൊക്കെ കാണിച്ചു. പക്ഷെ ഞങ്ങൾ സെക്കൻഡ് പ്രൈസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സമ്മാനമൊന്നുമില്ല, പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വിട്ടു. ഇവനാണ് ശ്രീബൻ. ഇവനാണ് നമ്മുടെ വിഷ്വൽസ് എല്ലാം കവർ ചെയ്തത്. അങ്ങനെ നമ്മുടെ വണ്ടർലാ ഷൂട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു.